ഇപ്പോഴത്തെ കുട്ടികൾക്ക് നാട്ടിൻപുറത്ത് അത്രയൊന്നും ഇല്ലെങ്കിലും സിറ്റികളിലുള്ള കുട്ടികൾ എന്ന് വെച്ചാൽ സെൽഫ് റിലയൻ്റ് ആയിട്ടുള്ള പെൺകുട്ടികൾ, സ്വന്തമായിട്ട് ജോലി, സ്വന്തം കാലിൽ നിൽക്കാം എന്ന് തോന്നുന്ന പെൺകുട്ടികൾക്ക് ഇപ്പം വിവാഹം അവർക്കൊരു ബാധ്യതയായിട്ടാണ് കാണുന്നത്. അതിലേറെ ബാധ്യതയാണ് അവർക്ക് കുഞ്ഞുങ്ങൾ. തീർച്ചയായും. കാരണം വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, വേണമെങ്കിൽ ലിവിങ് ടുഗദർ ആകാം, പിന്നെ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള അവർക്ക് വയ്യ, അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടാൻ വയ്യ. മനസ്സിലായില്ലേ? കഷ്ടപ്പെട്ടുള്ള കുട്ടികളല്ല ഇവരാരും. എന്ന് വെച്ചാൽ അതൊക്കെ മനുഷ്യസാധ്യമാണ്. കഴിഞ്ഞ തലമുറയിലെ അമ്മമാർ വീട്ടിലെ സകല ജോലിയും ചെയ്ത് ഒരു ജോലിക്ക്, ചിലപ്പോൾ ടീച്ചറായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, ഈ ജോലികൾ സകലതും ചെയ്ത് തിരിച്ചോടി ബസ് കയറി നടന്ന് വലിഞ്ഞു വന്ന് 7 മണിക്ക് വീട്ടിൽ വന്ന് അടുത്ത ദിവസത്തേക്കുള്ള ആഹാരം ഉണ്ടാക്കി കുട്ടികളെ ചിലപ്പോൾ പഠിപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് അതെല്ലാം വെറും ഇമാജിനേഷനിൽ പോലും അവർക്കത് സാധ്യമല്ല. സൂപ്പർ വുമൺ എന്നാണ് അവർ അന്നത്തെ അമ്മയെ വിളിച്ചിരുന്നത്. ഇന്നത്തെ അമ്മമാർക്ക് അതൊന്നും സാധ്യമല്ല. ജോലിയുള്ള കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ അവർ ഫുഡ് വെളിയിൽ നിന്ന് വരുത്തും. ഈ അമ്മമാരാവുന്നൊരവസ്ഥ തന്നെ അന്യമായി പോകണമെന്നൊരു അതെന്ന് വെച്ചാൽ ഒന്നാമത് ആ പ്രഗ്നൻസി കൊണ്ടുപോകണ്ടേ, അവർക്ക് അതിൽ കഷ്ടപ്പാടുകൾ സഹിക്കാൻ വയ്യാത്ത ആൾക്കാരുണ്ട്. പക്ഷെ എന്ന് വെച്ച് മാതൃത്വം വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെ കൊണ്ടുപോകുന്നവരില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഉണ്ട്, അങ്ങനെയുള്ള കുട്ടികളും ഉണ്ട്. ഈ പറയുന്ന പോലെ ഇവർ ഇതെടുക്കുന്ന തയ്യാറെടുപ്പുകൾ, ഇതിലിപ്പോൾ ജീവിതത്തിൽ അവരെടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, കുറേ അവരുടെ ജീവിതത്തിന് പല കാര്യങ്ങളായിട്ട്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും അജ്ഞതയും അല്ലെങ്കിൽ ഈ ഗർഭധാരണത്തിന് മുമ്പ് എടുക്കുന്ന എന്തെങ്കിലുമൊക്കെ അറിവില്ലായ്മകളൊക്കെ ഒരു ഡോക്ടർ നേരിടേണ്ടി വരുന്ന അവസ്ഥ എപ്പോഴൊക്കെയാണ് ഒരു അല്ലാതെ നമുക്ക് തന്നെ ഒരു അരിച്ചെന്നിട്ട് ഇവരൊക്കെ എന്താണ് ഇങ്ങനെ ഇത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അങ്ങനെ ഇല്ല. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വിവരമൊക്കെ ഉണ്ട്, പഴയതുപോലൊന്നും അല്ല. ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്, റെഗുലറായിട്ട് ചെക്കപ്പ് നടത്തുന്നുണ്ട്, പറയുന്നതൊക്കെ അനുസരിക്കും. ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ പ്രയാസമുണ്ട്. അവർ ട്രെയിൻഡ് അല്ല, അവർ എക്സ്പോസ്ഡ് അല്ല. അമ്മമാർ അല്ലെങ്കിൽ പേരൻസ് അവരെ പ്രശ്നങ്ങൾ കാണിക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ പണമുണ്ടോ, ഞാൻ ഇത്ര കഷ്ടപ്പെട്ടാണ് ഈ കുഞ്ഞിന് ഈ പണം കൊടുക്കുന്നത് എന്ന് കുട്ടികളെ ഇവർ അറിയിക്കുന്നില്ല. അത് വളരെ പ്രശ്നമാണ്. ചോദിക്കുന്ന മുമ്പെല്ലാം കോരി കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അവരറിയണം, എൻ്റെ പേരൻസ് ഇത്രയും കഷ്ടപ്പെട്ടാണ് എനിക്ക് തരുന്നത്, ഞാനത് അതുപോലെ ഉപയോഗിക്കണം. അപ്പോൾ എനിക്ക് ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ഞാൻ അതുപോലെ നോക്കണം. ഇതൊന്നും ഈ കുട്ടികൾക്കിപ്പോൾ അപ്പോൾ ഒരു കുറ്റക്കാരർത്ഥത്തിൽ അമ്മമാർ കൂടിയാണ് തീർച്ചയായും. അതാ ഞാൻ പറഞ്ഞത്. ആ അമ്മമാർ കുറച്ച് കൂടുതൽ സമയം അമ്മമാരിപ്പം മക്കൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നുണ്ട്. പഴയ കാലം പോലല്ല, കൂടുതൽ സമയം വിനിയോഗിക്കുന്നു. അതും ഒരു പ്രശ്നമാണ്. പണ്ട് കാലത്ത് ഈ ജോലിയുള്ള അമ്മമാരുടെ മക്കൾ, ടീച്ചേഴ്സിൻ്റെ മക്കളൊക്കെ നന്നായി വരും. കാര്യം എന്താണ്? അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ അറിയാം, സെൽഫ് റിലയൻ്റ് ആണ് അവർ. കാരണം അവർ ചിലപ്പോൾ വീട്ടിൽ വന്നാൽ എല്ലാ ജോലിയും ചെയ്യേണ്ടി വരും, അമ്മയെ സഹായിക്കേണ്ടി വരും, അമ്മ വരുന്നതിന് മുമ്പ് ഇത്ര ജോലി തീർത്ത് വെക്കേണ്ടി വരും. പക്ഷെ അവരൊക്കെ നല്ല മിടുക്കരായിട്ട് ജീവിക്കും, തീർച്ചയായും മിടുക്കരായി ജീവിക്കും. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പം ഒരു പ്രഗ്നൻ്റ് ആയതിന് ശേഷം ജോലിയൊക്കെ ചെയ്യാൻ മടിയുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? പ്രഗ്നൻ്റ് ആയാൽ ഉടനെ ഈ കുട്ടികൾ കിടപ്പാ, അമ്മമാർ സപ്പോർട്ടും ചെയ്യും. ജോലിക്ക് പോകുന്ന കുട്ടികൾ കുറേയൊക്കെ പോകുന്നുണ്ട്, മിക്ക ഓഫീസുകളും അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ കഷ്ടപ്പെട്ട് ജോലിക്ക് പോകുന്നവരൊന്നും ലീവ് എടുക്കും, മെഡിക്കൽ ലീവ് എടുക്കും, അങ്ങനെയുണ്ട്. ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി അവർ കുറയ്ക്കുകയാണ് ചെയ്യാറ്. വളരെ അപൂർവം പേരേ ഉള്ളൂ ഞാൻ ആക്റ്റീവ് ആകണം, ഞാൻ ചെയ്തു വന്ന കാര്യങ്ങൾ അതുപോലെ നിലനിർത്തണം എന്ന് വിചാരിക്കുന്നവർ വളരെ കുറവാണ്. അങ്ങനെ കുറയുമ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് അതിന്റെ ഒരു സ്ട്രഗിൾ ചെയ്യേണ്ട അവസ്ഥ വരില്ലേ? തീർച്ചയായും. ഈ പ്രഗ്നന്റ് ആകുമ്പോൾ തന്നെ ഞങ്ങൾ ഒരു റീസണും ഇല്ലെങ്കിൽ ഞങ്ങൾ പറയും, നിങ്ങൾ ആക്റ്റീവായിരിക്കുക, നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നോ അതെല്ലാം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം എന്ന് പറയും. മടിയാണ് പിള്ളേർക്ക്. പിന്നെ പേരൻസ് സമ്മതിക്കില്ല. അയ്യോ നീ ഓടണ്ട, നീ സ്റ്റെപ്പ് കയറണ്ട, നീ ചാട. അങ്ങനെയാണ് ഇപ്പം പേരൻസും കൂടി ചെയ്യുന്നത്.